സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ടു എന്നുള്ളതിനെ പറ്റിയാണ്. യൂസ് ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനൊരു ശീലമായിരുന്നു, ഒരു ശീലമായിരുന്നു. ഇപ്പോഴില്ല. പണ്ട് അങ്ങനൊരു ശീലം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂസ് ടു എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാം ചില എക്സാമ്പിൾ. അപ്പോൾ യൂസ് ടുവിന് ശേഷം നമ്മൾ എപ്പോഴും V1 ആണ് ഉപയോഗിക്കുന്നത്. V1 എന്താണെന്നുള്ളത് കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും പഴയ സെക്ഷനിൽ പോയി അത് കാണേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കാരണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് എനിക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നത്. അപ്പോൾ മറ്റ് ചാപ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. കാരണം ഇനി മുതലുള്ള നിങ്ങളോടുള്ള ഡിസ്കഷൻസ് ഞാൻ നടത്തുന്ന ഫേസ്ബുക്ക് പേജ് ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ തിരിച്ചു വരാം. യൂസ് ടുവിൻ്റെ ശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? V1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. ഹി യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. അങ്ങനത്തെ ശീലം അവനുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ടിജോമോൻ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ടിജോമോൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ കളിക്കുമോ? ഇല്ല. എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം, പക്ഷേ അങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നു. വി യൂസ് ടു വാച്ച് ഹിന്ദി മൂവീസ്. അപ്പം ഞങ്ങൾ ഹിന്ദി മൂവി കാണാറുണ്ടായിരുന്നു, ഹിന്ദി സിനിമ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ കാണാറുണ്ടോ? ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ മലയാളമായിരിക്കും കാണുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയായിരിക്കും. ഇനി ഐ യൂസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 5 o'clock in the morning. ഐ യൂസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 5 o'clock in the morning എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് 5 മണിക്ക് ജോലി തുടങ്ങുമായിരുന്നു. ഇനി ട്രീസ യൂസ് ടു ഈറ്റ് ഫിഷ്. ട്രീസ യൂസ് ടു ഈറ്റ് ഫിഷ്. ട്രീസ ഫിഷ് കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കഴിക്കുമോ? ഇല്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഷീസ് എ വെജിറ്റേറിയൻ നൗ. അവളിപ്പോഴൊരു വെജിറ്റേറിയനാണ്. അവൾ യാതൊരു മാംസമോ മത്സ്യമൊന്നും കഴിക്കാറില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രീസ യൂസ് ടു ഈറ്റ് ഫിഷ് ബട്ട് ഷീസ് എ വെജിറ്റേറിയൻ നൗ. ഇനി അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു എന്നെങ്ങനെ പറയും? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക. യൂസ് ടുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസ് ഈക്വൽ ടു അതൊരു ഡിഡ് പ്ലസ് യൂസ് ടു എന്നാക്കുന്നു. ഡിഡ് പ്ലസ് യൂസ് ടു. ഇനി ഇല്ലായിരുന്നു എന്ന് പറയാൻ ഡിഡ് നോട്ട് യൂസ് ടു എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. ഹീ ഡിഡ് നോട്ട് യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ്. അവൻ സിഗരറ്റ് വലിക്കാറില്ലായിരുന്നു. അപ്പോൾ വലിക്കാറുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ ശീലം അവൻ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അവൻ വലിയ. അപ്പോൾ അതാണ് നമുക്ക് ഡിഡ് നോട്ട് എന്നുള്ളതിന് എന്ത് പറയാൻ പറ്റും? ഡിഡിൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ പറയാം? ഹീ ഡിഡിൻ്റ് യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ്. ഹീ ഡിഡിൻ്റ് യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ്. അവൻ അങ്ങനത്തെ ശീലം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോഴവൻ വലിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഐ ഡിഡിൻ്റ് യൂസ് ടു ഈറ്റ് കോൺഫ്ലേക്സ് എവറി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഫ്ലേക്സ് കഴിക്കാറില്ലായിരുന്നു, ബട്ട് നൗ ഐ ഈറ്റ്. പക്ഷേ ഞാൻ ഇപ്പോൾ കഴിക്കും. ഐ ഡിഡിൻ്റ് യൂസ് ടു ഈറ്റ് കോൺഫ്ലേക്സ് എവറി മോർണിംഗ് ബട്ട് നൗ ഐ ഈറ്റ്. ഓക്കെ. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിനെ കണ്ടായിരുന്നു. അവന് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു. അവൻ ഭയങ്കരമായിട്ട് ചോറുണ്ണും, പക്ഷെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഹീ ഡിഡ്ന്റ് യൂസ് ടു ഈറ്റ് സോ മച്ച്. അവൻ അങ്ങനെ കഴിക്കുന്നൊരു സ്വഭാവമില്ലായിരുന്നു ഭയങ്കരമായിട്ട്. ഇപ്പോഴെങ്ങനെ ഒരു 5 പ്ലേറ്റ് ചോറൊക്കെ അവൻ കഴിക്കും. അപ്പോഴെങ്ങനെ പറയാൻ പറ്റും? ഹീ ഡിഡ്ന്റ് യൂസ് ടു ഈറ്റ് സോ മച്ച്. അങ്ങനൊരു ശീലമില്ലായിരുന്നു, അവൻ ഒരുപാട് കഴിക്കാറില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.